ബാങ്കിങ്, വെയർഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിങ്. അപ്പോൾ ആ ഏരിയ ആണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഏത് ഏരിയ? ബാങ്കിങ്ങും ഇൻഷുറൻസും ആണ്. 2 ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എസ് എ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ബാങ്കിങ്ങും ഇൻഷുറൻസും ആണ്. ബാങ്കിങ്ങും ഇൻഷുറൻസും അത് എയ്ഡ്സ് ടു ട്രേഡാ. ബാക്കിയുള്ളതൊക്കെ ഏതൊക്കെയാ? കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ് ടു ട്രേഡ് ആണ് അല്ലേ, ബിസിനസ് സർവീസ് ആണ്. പിന്നെ വെയർ ഹൗസിങ് ഒരു സർവീസാണ്. വേറെ ഏതാ? ട്രാൻസ്പോർട്ടേഷൻ ഒരു, അഡ്വർടൈസിങ് ഒരു സർവീസാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താന്നുള്ള രീതിയിൽ പഠിച്ചിരിക്കുക, മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്പോർട്ടേഷൻ എന്താണ് അല്ലേ? സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുക അല്ലേ. ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ ടു ദ കൺസ്യൂമർ ഒക്കെ വരും. എങ്ങനെ എക്കണോമിക്സിലും അതൊക്കെ ഏരിയ വരുന്നുണ്ടാവും. പിന്നെ വെയർ ഹൗസിങ്, സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണം ഒരു സ്ഥലത്ത് അല്ലേ. അപ്പോൾ അത് വരുന്നപ്പോഴാണ് ഹിൻഡ്രൻസുകളെല്ലാം ഓർമ്മയില്ലേ? ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, ഹിൻഡ്രൻസ് ഓഫ് ടൈം, ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്, അതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, ഒക്കെ കംപ്ലീറ്റ് പോയോ? അത് ഓർമ്മയുണ്ടാവണം. ഹിൻഡ്രൻസ് ആ ചോദ്യം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ബാങ്കിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യവും ഇൻഷുറൻസും. അത് ഉറപ്പായല്ലോ. ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ബാങ്കിങ്ങും ഇൻഷുറൻസും ആണ് പഠിക്കേണ്ടത്. ഇനി ഇതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സർവീസും ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം. ഇൻകൺസിസ്റ്റൻസി, ഇൻസെപ്പറബിലിറ്റി, ഇൻടാഞ്ചിബിലിറ്റി അല്ലേ. പിന്നെ എന്തൊക്കെ വരുന്നത്? ഇൻവെൻട്രി, ദെൻ ഇൻവോൾവ്മെൻറ്റ്. ഈ 5 ടേമാണ് അവിടെ വരുന്നത്. ഇൻകൺസിസ്റ്റൻസി, ഇൻടാഞ്ചിബിലിറ്റി, ഇൻസെപ്പറബിലിറ്റി, ഇൻവെൻട്രി, ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഓരോ ടേമും എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടക്കം തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ്, സർവീസസിൻ്റെ ഫീച്ചേഴ്സ്. ആ 5 ടേം പഠിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാം. ഗുഡ്സും സർവീസും തമ്മിലുള്ള വ്യത്യാസം എഴുതാം, എളുപ്പമാണ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ ഗുഡ്സിൻ്റെ കേസിൽ ഗുഡ്സ് ടാഞ്ചിബിൾ ആണ്, നമുക്ക് കാണാനും തൊടാനും പറ്റും അല്ലേ. ഗുഡ്സ് നമ്മുടെ പ്രൊഡക്റ്റുകൾ, അതാണ് ഗുഡ്സ്. ഒരു ബിസിനസ് അവർ ഡീല് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് കാണാൻ പറ്റൂലേ, തൊടാൻ പറ്റൂലേ, ഉപയോഗിക്കാൻ പറ്റൂലേ. അതാണ് ടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ വി കനോട്ട് സീ, ഫെൽറ്റ് ഓർ ടച്ച്. ഗുഡ്സും സർവീസും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ് ആണെന്ത്? അത് നമുക്ക് ഇതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്. ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റാണ്, മറ്റേതോ ഒരു ആക്ടിവിറ്റിയാണ്. ഗുഡ്സിൻ്റെ കേസിൽ കൺസിസ്റ്റൻ്റ് ആണ്. ഗുഡ്സിൻ്റെ കേസിൽ കൺസിസ്റ്റൻ്റ് ആണ്. കൺസപ്ഷനും മാനുഫാക്ചറിങ് രണ്ട് സമയത്താണ്. അതാണ് സെപ്പറബിൾ, അത് 2 സെപ്പറബിൾ ആണ്. പക്ഷേ സർവീസിൻ്റെ കേസിൽ ഇൻസെപ്പറബിൾ ആണ്. അപ്പോൾ 5 ടേം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സർവീസിനെ കുറിച്ചും എഴുതാം, ഗുഡ്സിൻ്റെ ആ ഡിഫറൻസും എഴുതാം. ഇതാണ് ആ ചാപ്റ്ററിൻ്റെ തുടക്കം. ബിസിനസ് സർവീസ് തുടങ്ങുന്നത് ഇതിലാണ്. ഇനി നമുക്ക് ബാങ്കിങ്ങും ഇൻഷുറൻസും എന്തിനാന്ന് പഠിച്ചു പോകണം. ബാങ്കിങ് എന്താണ്? ബാങ്കിങ് എന്താണ്? ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ വേറെയാണ്. ബാങ്കിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വേറെയാണ്. ബാങ്കിങ് എന്താണെന്ന് പഠിച്ചു വെക്കുക. അക്കോർഡിംഗ് ടു ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ഈ ഡേറ്റ് ഒക്കെ ഓർത്ത് വെക്കുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം ബാങ്കിങ്ങിന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി ഓർ ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, മേ ബി വിഡ്രോവൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്. ഈ ഒരു എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കുക. ബാങ്കിങ്ങിനെ കുറിച്ച് 1 വേർഡ് ചോദ്യം അല്ലെങ്കിൽ 1 മാർക്കിന് ചോദ്യം വരും. 1 മാർക്ക് 2 മാർക്കും ആയിരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? 1949 ആക്ട് പ്രകാരമാണ് അത് ചോദിക്കാം. ഓക്കെ, ഇനി എത്ര ടൈപ്പ് ബാങ്കുകളുണ്ട് നമുക്ക് ഇവിടെ ചുറ്റുപാട്? നമുക്ക് എത്ര ടൈപ്പ്? നിങ്ങൾ വിചാരിക്കും ആക്സിസ് ബാങ്ക് ഉണ്ട് അല്ലേ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഇതൊക്കെ എന്ത് ബാങ്കാണ്? കൊമേഴ്ഷ്യൽ ബാങ്കാണ്. യെസ്, കറക്റ്റ്. പ്രൈവറ്റ് ബാങ്കുകളാണ് അല്ലേ. പ്രൈവറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്, പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. അപ്പോൾ നോർമലി നമ്മുടെ രാജ്യത്ത് എത്ര തരത്തിലുള്ള ബാങ്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതലുള്ള ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്. ദെൻ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഉണ്ട്. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ബാങ്കുണ്ട്, സ്പെഷ്യലൈസ്ഡ്. ആ പേര് തന്നെയുണ്ട്. ചില കാര്യങ്ങൾക്ക് ആ പേര് തന്നെ എടുത്ത് എഴുതാം, ഗ്യാസ് അടിക്കാലോ. കോപ്പറേറ്റീവ് ബാങ്ക് അവിടെ വരുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം വർക്ക് ചെയ്യുന്ന ബാങ്കുകളെയാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഒന്ന് ടേമാത് ഫോംസ് ഓഫ് ബിസിനസ്സിൽ പഠിച്ചില്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ ആക്ട് പ്രകാരം വർക്ക് ചെയ്യുന്ന ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇനി ലാസ്റ്റ് ബാങ്കാണ് സെൻട്രൽ ബാങ്ക്.
ഇന്ത്യയിൽ എത്ര സെൻട്രൽ ബാങ്ക് ഉണ്ട്? ഇന്ത്യയിൽ എത്ര സെൻട്രൽ ബാങ്കുകളുണ്ട്? എത്ര ബാങ്ക് ഉണ്ടടാ? 7 സെൻട്രൽ ബാങ്ക് ഉണ്ട്. അത് ഏതൊക്കെയാ? ഏതൊക്കെയാ നിവേദ സെൻട്രൽ ബാങ്കുകൾ ഏതൊക്കെയാ? ഒന്ന്, അതിൻ്റെ പേരെന്താ? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരൊന്നേ ഉള്ളൂ കേട്ടോ. അതെവിടെയാ? ഇന്ത്യയിലൊരു സംസ്ഥാനത്തുണ്ട്, ഡൽഹിയിലല്ല, മുംബൈയിലാണ് RBI സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരെണ്ണം, അതാണ് സെൻട്രൽ ബാങ്ക്. അതായത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ബാങ്കുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന RBI ആണ്. അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് ബാങ്കുകളാണ്. ടൈപ്സ് ഓഫ് ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ, സ്പെഷ്യലൈസ്ഡ്, കോപ്പറേറ്റീവ് ആൻഡ് RBI അല്ല, സെൻട്രൽ ബാങ്ക്. അത് ഓരോ രാജ്യത്തിനും ഓരോ സെൻട്രൽ ബാങ്ക് ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഇതിൽ ഈ ബാങ്കിങ്ങിൽ ഇനി ഓരോന്ന് ഇമ്പോർട്ടൻ്റ് പറയുകയാണേ. ഞാൻ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുക, അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കേണ്ടത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൻ്റെ ഫങ്ഷൻസ്. essay ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണത്. ഈ ഏരിയ ആ ചോദ്യം വരുള്ളൂ. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഉണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഈ സെക്ടർ വരുമ്പോഴേ അത് ഗവൺമെൻറ്റിലേക്ക് മാറുള്ളൂ. പബ്ലിക് സെക്ടറാണ് ഗവൺമെൻറ്, മനസ്സിലായോ? ഇപ്പം പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞല്ലോ, അത് ഗവൺമെൻറ് അല്ല, അത് പബ്ലിക് സെക്ടർ ആണെങ്കിൽ ഓക്കെ. പബ്ലിക് സെക്ടർ വരുന്ന ഏതാ? അത് ഗവൺമെൻറ് കമ്പനിയാണ്. ഗവൺമെൻറ്റിന് കമ്പനി ഉണ്ട്, അത് ഗവൺമെൻറ് കമ്പനി എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ പേരിലേക്ക് പബ്ലിക് അത് ഗവൺമെൻറ് ആക്കണ്ട. ഇവിടെ നോക്കുക, ടൈപ്സ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്കിൽ പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. ഏതൊക്കെയാണ് നാഷണലൈസ്ഡ്? മാസിനെ പെട്ടെന്ന് പറ. നാഷണലൈസ് പറഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ബാങ്കുകൾ. RBI സെൻട്രൽ ബാങ്കാണ്, അതിന് വിട്. RBI സെൻട്രൽ ബാങ്കാണ്. SBI മീൻസ് നാഷണലൈസ്ഡ് ആണ്, പബ്ലിക്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്, കാനറ ബാങ്കാണ്, ബാങ്ക് ഓഫ് ബറോഡയാണ്. രണ്ട് മൂന്നെണ്ണം ഓർത്ത് വെക്കാൻ പറ്റൂലേ? PNB അല്ലേ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ICICI പ്രൈവറ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് അത് ചോദിക്കില്ലായിരിക്കും, അത് ഓർത്ത് വെച്ചാൽ മതി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, PNB, പിന്നെ ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ബാങ്ക് വേറെ, ബാങ്ക് ഓഫ് ഇന്ത്യ വേറെ. പിന്നെ കാനറ ബാങ്ക് എഴുതത്തില്ലേ? കാനറ ബാങ്ക്. നമുക്ക് ചുറ്റുപാടുള്ള 3 ബാങ്കുകൾ ഇവിടെ ഉള്ളൂ. പിന്നെ യൂണിയൻ ബാങ്ക് ഒക്കെ എഴുതാം. ഓക്കെ, നോക്കിക്കോ, ശ്രദ്ധിക്കുക. ഇനി പ്രൈവറ്റ് ബാങ്കാണ് നിങ്ങൾ കാണുന്ന ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇസാഫ് ബാങ്ക്, പിന്നെ കുറേ തക്കിടി തിരക്കിടി ബാങ്കുകളൊക്കെ ഇല്ലേ ഇപ്പോൾ പൊന്തി വരുന്ന ബാങ്കുകൾ. അതെല്ലാം എന്താണ്? പ്രൈവറ്റ് സെക്ടറാണ്. ഓക്കെ, ഇപ്പോൾ ആൻസർ ഷീറ്റിൽ നിങ്ങൾ എത്ര പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ന്യൂസ് കണ്ടോന്നറിയില്ല, ഈ ഇടക്കാലത്ത് അത് വീണ്ടും മെർജ് ചെയ്യാണ്, 3 എണ്ണമാക്കി ചുരുക്കുക എന്നാണ് പറഞ്ഞത്. 3 ബാങ്ക് ഇനി ഉണ്ടാവുള്ളൂ, 3 പബ്ലിക് സെക്ടർ ബാങ്കുകൾ. അതൊക്കെ മെർജ് ചെയ്യുക. എല്ലാ ബാങ്കുകളും ആദ്യം 26 ഉണ്ടായിരുന്നു, അതൊക്കെ മെർജായി 14ആയി, 12ആയി, ഇപ്പോൾ 12 ഇനി വീണ്ടും അത് 3ലേക്ക് ചുരുങ്ങുകയാണെന്ന് പറയുന്നത്. 3 പബ്ലിക് സെക്ടറേ ഉണ്ടാവുള്ളൂ. ഒന്ന് SBI ആണ്, ഒന്ന് കാനറ ആണ്, ഒന്ന് PNB ആണ്. അതാണ് എൻ്റെ ഓർമ്മ. 3 എണ്ണേ ഉള്ളൂ. ബാക്കിയൊക്കെ ബാക്കിയുള്ള ബാങ്കുകളൊക്കെ ഇതിലേക്ക് മെർജ് ചെയ്യും, കൂടുകയാണ്.